അപ്പോൾ ആ സമയത്താണ് നമ്മളൊരു സുഹൃത്ത് കണ്ണൂരിലുള്ള ജെറി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഇടയ്ക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളെ ഒരു ഏട്ടനെ വരിക മൂപ്പര് ഞങ്ങളോട് ഈ എന്താ പറയുക ഒരു ബ്ലാങ്ക് ചെക്ക് കവറിലിട്ട് തരുന്നൊരു മെത്തേഡ് ഉണ്ടല്ലോ, ആ പരിപാടി നേരെ വ്യവസായം പോയിക്കോ ഞാൻ വിളിച്ചു പറഞ്ഞോളാം പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ധൈര്യമാണ് മൂപ്പര് വിളിച്ചു പറയാമല്ലോ. അങ്ങനെ പോയ സമയത്താണ് ഈ അന്ന് എന്തോ ഒരു വൈകുന്നേരം നല്ലൊരു ഓഫീസറായിന് വ്യവസായ വകുപ്പിലുണ്ടായിന് ഒരു ചെറിയ കുട്ടി. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഈട് വെക്കാൻ ഒന്നുമില്ല, ഞങ്ങൾക്ക് പ്രൊജക്റ്റ് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ, അതിൻ്റെ ബാക്കി എല്ലാ പരിപാടികളും ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ പ്രൊജക്റ്റ് എടുത്തിട്ടാണ് പോയി. അപ്പോൾ ആ സമയത്ത് പറഞ്ഞ് ഹോസ്പിറ്റൽ ഫർണിച്ചറായി ബന്ധപ്പെട്ടുള്ള പ്രൊജക്റ്റിന് ഈട് വെക്കണം, ഫുഡായി ബന്ധപ്പെട്ടുള്ള പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ നോക്കാം. അപ്പം ഞങ്ങൾ നേരെ അതുവരെയുള്ള പ്രൊജക്റ്റ് ഒറ്റയടിക്കാട് മാറി നേരെ ഈ ഗ്രേറ്റഡ് കോക്കനട്ടിൻ്റെ പ്രൊജക്റ്റ് ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, അത് കൊടുക്കുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ അവിടെ നിന്ന് ഒരു മാഡം വിളിച്ച് ഗായത്രി എന്ന് പറഞ്ഞിട്ട്, അതായത് അവർ വിളിച്ച് പിന്നെ അവരുടെ ഗൈഡാണ് ഫുൾ അവരുടെ ഒരു മേൽനോട്ടത്തിലാണ് ബാക്കി എല്ലാ പരിപാടികളും. കേരള വ്യവസായ വകുപ്പിന്റെ കോഴിക്കോട് ഡിവിഷൻ കോർപ്പറേഷനിലെ ഗായത്രി മാഡം, അതായത് ഒരു കുട്ടീനെ എങ്ങനെയാണ് ഒരു ടീച്ചർ കൊണ്ടു നടക്കുന്നത് അതേ രീതിക്ക് ഫോളോ അപ്പ് ചെയ്ത് ഓപ്പൺ ആയിട്ടുള്ള അതുപോലുള്ള സ്റ്റാഫാണെങ്കിൽ ഇവിടെ വ്യവസായങ്ങൾ വരും. ഇവിടെ എന്താ പറയുക പുതിയ സ്റ്റാർട്ടപ്പിന് എന്താ ആ രീതിക്ക്, അതായത് അപ്പോൾ ഗായത്രി മാഡത്തിനെ പറ്റി എന്ത് പറഞ്ഞാലും തീരൂല. കാരണം ഞങ്ങൾക്ക് ഈ ലോണ് ഇതിനെ PMFME സ്കീമിൽ ഞങ്ങളെടുത്ത് ആ സ്കീം തുടങ്ങുന്നത് മുതൽ, അതായത് ഞങ്ങളെ ഡാറ്റകൾ അപ്ഡേറ്റ് ചെയ്യുന്നത് തൊട്ടിട്ട് ഞങ്ങൾക്ക് ലോണ് പാസ്സായി, ലോണ് കിട്ടി, മിഷനറീസ് ഇറക്കി, ഞങ്ങൾ സബ്സിഡിൻ്റെ പണിക്ക് വരെ, അതായത് സ്വന്തം ഇപ്പോൾ ഗായത്രി മാഡം ഒരു കമ്പനി തുടങ്ങി എങ്ങനെയാണ് ആ രീതിക്ക്